ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെയധികം യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്താണ് നാശനഷ്ടം കൂടുതൽ. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന പല രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കെൽവിൻ ബെന്നി. ഞാനിപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുവാണ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് IRലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 13-ാം തീയതിയാണ് ഒരു യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇസ്രായേൽ ഗാസയുമായി യുദ്ധത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് ഈ ആക്രമണം തുടങ്ങിയത്. അപ്പോൾ ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇറാൻ്റെ പല കേന്ദ്രങ്ങളിലും ആക്രമിച്ചു. അപ്പോൾ ഭയങ്കര നാശനഷ്ടം ഉണ്ടായി. ഇറാൻ്റെ മിസൈൽ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അങ്ങനെ പല ജനവാസ മേഖലകൾ, ഇതെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാഷ്വാലിറ്റി ഇറാൻ സൈഡിലുണ്ട്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ പല കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതിക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന പല ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാന് ഭയങ്കര നാശനഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏകദേശം 200-250 ആൾക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 80 തുടങ്ങി 100 വരെ ഹൈ വാല്യൂ ടാർഗറ്റുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ദിവസം തന്നെ ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങി. അപ്പോൾ ഇറാൻ്റെ ധാരാളം മിസൈലുകളുണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇപ്പോൾ റീസെൻറ്റ് കിട്ടുന്ന കണക്കനുസരിച്ച് ഏകദേശം 300-350 ഇടയ്ക്ക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ ഇപ്പോൾ ഏകദേശം കൊല്ലപ്പെട്ടത് ഒരു 14 പേരോളമാണ്. 24 പേരോളം കൊല്ലപ്പെട്ടു. അവിടെയും നാശനഷ്ടങ്ങളുണ്ട്. അവിടുത്തെ ചാരസംഘടനയുടെ കേന്ദ്രവും ചില സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈഫ നഗരവും അവിടുത്തെ റിഫൈനറിയും എല്ലാം ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ട്. എന്നാൽ കണക്ക് നോക്കുവാണെങ്കിൽ അത് ആൾനഷ്ടമാവട്ടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ നഷ്ടമാവട്ടെ, കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇറാനാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഇറാനിൽ ഇത്രയും നാശനഷ്ടം വിതയ്ക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആക്രമണം തടയാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, യുദ്ധങ്ങളിൽ ഇപ്പോൾ ഒരു രാജ്യവുമായിട്ട് നമുക്ക് ശത്രുതയുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്രായേലിന് ഇറാനുമായി പ്രശ്നമുണ്ട്. അപ്പോൾ ഇറാൻ്റെ ചുറ്റുമുള്ള പല രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ പല രീതിയിൽ സഹായിക്കാം. ഒന്ന്, ഇസ്രായേലിൻ്റെ ചാരന്മാരുടെ ബേസ് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വെക്കാം. അതിർത്തി രാജ്യങ്ങളാണെങ്കിൽ വളരെ സൗകര്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനും വിമാനങ്ങൾക്കെല്ലാം ഇറാനിൽ നിന്ന് പല രഹസ്യങ്ങൾ ചോർത്താൻ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ചാരന്മാരെ കടത്താം, അല്ലെങ്കിൽ ഇസ്രായേൽ കൊടുക്കുന്ന ആയുധങ്ങൾ കടത്താം. ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറാനിലെ വിവിധ ഭീകര സംഘടനകളെ അല്ലെങ്കിൽ വിഘടനവാദികളെ സഹായിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ചാരബേസുകൾ വെച്ചാൽ ഇറാൻ അയക്കുന്ന മിസൈലുകളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഇസ്രായേലിന് അപ്പം തന്നെ കിട്ടാം, അത് തകർക്കാം. അങ്ങനെയുള്ള പല പർപ്പസ് അത് ഈ ചുറ്റുമുള്ള രാജ്യങ്ങളുണ്ട് സാധിക്കും. അപ്പോൾ ഈ മിലിറ്റൻസിന്, ഈ ചാരന്മാർക്ക് ഇറാനിൽ ഭയങ്കര ഡാമേജ് വരുത്താം. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇറാനിൽ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം ഇറാൻകാർ മൊസാദിൻ്റെ ഏജൻറ്റുമാരായിട്ടുണ്ട്. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇസ്രായേൽ ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ട് അത് ചെറിയ പാർട്സ് ആക്കിയിട്ട് കള്ളക്കടത്ത് വഴി ഇറാനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇറാനിൽ ഇസ്രായേലിൻ്റെ ഏജൻറ്റുകൾ ഇത് കണക്ട് ചെയ്തിട്ട് ഈ ഡ്രോൺ വെച്ച് ഇറാൻ്റെ മിസൈൽ കേന്ദ്രവും ഒക്കെ ആക്രമിച്ചു. ഇപ്പോൾ പല വീഡിയോകൾ ലഭ്യമാണ്. അതനുസരിച്ച് ഇസ്രായേലിൻ്റെ ചാരന്മാർ ചെറിയ വാനൊക്കെ എടുത്തിട്ട് അതിൽ വെപ്പൺസ് ക്യാരി ചെയ്ത് ഇറാൻ്റെ പല ഭാഗം ആക്രമിക്കുന്നുണ്ട്. ഇനി ഒന്നും വേണ്ട, ഇറാൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ ചാരന്മാർ ഒരു ഡ്രോണിൻ്റെ ബേസ് തന്നെ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്നുള്ള ഡ്രോൺ വെച്ച് ഇറാൻ്റെ പല സ്ഥലങ്ങളും പല മിസൈൽ കേന്ദ്രങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ തകർത്തു. അങ്ങനെ ഇറാന് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് അകത്ത് തന്നെയാണ്.
കാരണം ഇസ്രായേലിൻ്റെയൊക്കെ ഏജൻറ്റുമാർ ഇറാൻ്റെ അകത്ത് ഭയങ്കര നാശാഷ്ടം വിതച്ചിട്ടുണ്ട്. അവർ റോക്കറ്റൊക്കെ ഇട്ട് ഇറാൻ്റെ പല വിമാനത്താവളങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തിൽ ഇറാന് വന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡാമേജ് ഇറാൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഏതെല്ലാം രാജ്യങ്ങളാണ് ഇതിന് ഇസ്രായേലിനെ സഹായിച്ചത്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇറാൻ്റെ മാപ്പ് ഒന്ന് നോക്കുക. അപ്പോൾ ഇറാന് ചുറ്റും ധാരാളം രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇറാൻ്റെ വടക്ക് നോക്കുക, അസർബൈജാൻ. അപ്പോൾ അസർബൈജാൻ ഒരു ഷിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അപ്പോൾ അസർബൈജാൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഇറാനും ഷിയ രാജ്യമാണ്, അസർബൈജാനും ഷിയ മുസ്ലിങ്ങളാണ്. പക്ഷേ അസർബൈജാൻകാർ ഇസ്രായേലിൻ്റെ ശക്തരായ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇസ്രായേലും അസർബൈജാനും തമ്മിൽ വളരെ വലിയ സൗഹൃദമുണ്ട്. അപ്പോൾ അസർബൈജാൻ ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന രാജ്യമാരാണ്? ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ അസർബൈജാൻ സൗഹൃദം കുറേ കാലമായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മൊസാദിന് അസർബൈജാനിൽ ബേസുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ എയർബേസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തുടങ്ങിയ യുദ്ധത്തിൽ അസർബൈജാൻ്റെ പബ്ലിക് നിലപാട് ഒരു ന്യൂട്രൽ നിലപാടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങളായിട്ട് അസർബൈജാൻ വഴിയാണ് ഇസ്രായേലിൻ്റെ ഏജൻറ്റുമാർ ഇറാനിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ്റെ ആണവ രഹസ്യങ്ങൾ ചോർത്താനും അല്ലെങ്കിൽ ഇറാനിലേക്ക് പല ഡ്രോൺ എത്തിക്കാനും അങ്ങനെയുള്ള പല കാര്യത്തിന് അസർബൈജാൻ ഗവൺമെൻറ് കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരസ്പര സഹകരണമാണ്. ഇതിന് പകരമായിട്ട് അസർബൈജാന് ഇസ്രായേൽ വളരെ നല്ല ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിനുള്ള എണ്ണയൊക്കെ കൊടുക്കുന്ന അസർബൈജാനാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ശക്തനായ ഒരു കൂട്ടുകാരൻ, ശക്തമായ സൗഹൃദം പുലർത്തുന്ന അസർബൈജാൻ ഇസ്രായേലിനെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചാരന്മാരും ഡോക്യുമെൻറ്റ്സൊക്കെ ഇറാൻ്റെ ബോർഡറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. യുദ്ധോപകരണങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഇറാന് വലിയൊരു പണി കിട്ടിയ ഭാഗം ഈ അസർബൈജാനിൽ കൂടെയാണ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഇറാൻ്റെ അടുത്തുള്ള രാജ്യമാണ് ഇറാഖ്. അപ്പോൾ ഇറാഖിൻ്റെ വടക്കൻ ഭാഗത്ത് കുർദുകളുടെ ഒരു ഭൂരിപക്ഷ ഏരിയ ഉണ്ട്. അതിനാണ് കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അവിടെ മൊസാദിന് കേന്ദ്രമുണ്ട്. അവിടെ മൊസാദിൻ്റെ ധാരാളം ചാരന്മാരുണ്ട്. അപ്പോൾ അവിടം വഴിയും ഈ ഇറാഖ് വഴിയും ഇസ്രായേൽ ഏജൻസിയായ മൊസാദ് ഇറാനിലേക്ക് ചാരന്മാരെയും ആയുധങ്ങളും എല്ലാം കടത്തുന്നുണ്ട്. അപ്പോൾ പല ഇറാനിലെ വിമത ഗ്രൂപ്പുകളെയും സഹായിക്കുന്ന അവിടെ നിന്നാണ്? ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. അങ്ങനെ ആ റീജിയണും ഒരു വലിയ പ്രശ്നമാണ് ഇറാനെ സംബന്ധിച്ച്. മൊസാദിൻ്റെ ചാര ബേസ് അവിടെ ഉണ്ട്. അവിടുത്തെ തലസ്ഥാനമായ എർബിലിൽ തന്നെ ഉണ്ട്. ഒരു കൊല്ലം മുമ്പ് ഏകദേശം ഇറാൻ ഈ സ്ഥലം ആക്രമിച്ചിരുന്നു. എങ്കിലും ഇസ്രായേൽ ചാരന്മാരുടെ ഒരു പ്രധാന വിഹാര കേന്ദ്രമാണ് ഈ ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെൻറ്റിലെ എർബിലും ചുറ്റുമുള്ള ഏരിയ. ഇനി അടുത്ത ആളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. അതായത് ഇറാൻ്റെ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാൻ പബ്ലിക്കലി ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ലോക രാഷ്ട്രീയത്തിൽ നിന്നും ഒരു പ്രോ മുസ്ലിം വോയിസ് കാണിക്കുന്നൊരു രാഷ്ട്രമാണ്. പക്ഷേ പാകിസ്ഥാൻ ഇസ്രായേൽ ബന്ധങ്ങൾ നമ്മൾ ചകയുവാണെങ്കിൽ അതിനെപ്പറ്റി വേറൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. പാകിസ്ഥാൻ ഇസ്രായേലുമായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആ വിശാലമായ ബോർഡറുണ്ട് ഇറാനുമായിട്ട്. അവിടെയുള്ള പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അത് പാകിസ്ഥാനിലുണ്ട്, ഇറാനിലുണ്ട്. അപ്പോൾ ഇറാനിലെ ബലൂചിസ്ഥാനിൽ സുന്നി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം, ബലോച്ചുകൾ. അവർക്കിടെ വർക്ക് ചെയ്യുന്നൊരു ഭീകര ഗ്രൂപ്പാണ് ജൂണ്ടള്ള. അപ്പോൾ ഈ ജൂണ്ടള്ളേനെ മൊസാദ് സഹായിക്കാറുണ്ട്. അതിനവർ പാകിസ്ഥാനിൽ വന്നിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ കറപ്റ്റായ ഉദ്യോഗസ്ഥർക്കും ഈവൻ അവിടുത്തെ പട്ടാളത്തിന് വരെ ഇതിൽ പങ്കുണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ ബേസ്ഡായിട്ട് പാകിസ്ഥാൻ ഇസ്രായേലിന് ഭയങ്കര യൂട്ടിലിറ്റി ഉള്ളൊരു രാജ്യമാണ് ഇറാനിൽ പ്രശ്നം ഉണ്ടാക്കാൻ. അതുപോലെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവിടെ നിന്ന് ഇലക്ട്രോണിക് സർവൈലൻസ് നടത്തി പല ഇൻഫോർമേഷനും ഇസ്രായേലിലേക്ക് ഇൻഡയറക്റ്റായിട്ട് എത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തി ചരിത്രപരമായിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാനെതിരെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഇനി വേറൊരു രാജ്യമാണ് ജോർദാൻ. അപ്പോൾ ജോർദാൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായ അറബ് രാജ്യമാണ്. അപ്പോൾ ജോർദാൻ പൊതുവെ ഇസ്രായേലിൻ്റെ ഒരു സുഹൃത്താണ് പണ്ടും ഇന്നും. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കുവാണെങ്കിൽ ഇറാൻ പല മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയച്ചു. അപ്പോൾ ഇത് ജോർദാൻ വഴിയാണ് പോകുന്നത്, ജോർദാൻ്റെ വ്യോമാതിർത്തി വഴിയാണ് പോകുന്നത്. അപ്പോൾ ജോർദാൻ്റെ സൈന്യം വ്യക്തമായിട്ട് അതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇറാൻ്റെ പല മിസൈലുകളും ഡ്രോണുകളൊക്കെ തകർത്തു. അങ്ങനെ കുറേ മിസൈലുകളൊക്കെ ജോർദാൻ്റെ അവിടെ വെച്ച് തകർത്തിട്ടുണ്ട്. അത് ആർക്കാണ് ഉപകാരം ചെയ്തത്? ഇസ്രായേലിനാണ്. അപ്പോൾ ഒരു രീതിയിൽ ജോർദാനിലെ രാജവംശം അവർ വ്യക്തമായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത രാജ്യമാണ് യമൻ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് യമൻ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഏറ്റവും ഭീഷണി ഉയർത്തുന്നത് ഹൂത്തികൾ എന്ന് പറഞ്ഞ വിമത ഗ്രൂപ്പാണ്. അവരൊരു ഷിയ വിമത ഗ്രൂപ്പാണ്. അവർ യമൻ്റെ നല്ലൊരു ഭാഗം നിയന്ത്രിക്കുന്നുണ്ട്.
അപ്പോൾ അവർ ഷിയകളാണ്, ഇറാൻകാർ ഷിയകളാണ്. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഇറാൻ അവരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. മിസൈലുകളും ആയുധങ്ങളും എല്ലാം വിൽക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൂത്തികൾ പല ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. അവർ കപ്പൽ വേദ മിസൈലുകളുണ്ട്. പലതവണ ഇസ്രായേലിലേക്ക് അവർ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന് വലിയൊരു ഭീഷണിയാണ് ഹൂത്തികൾ. അവർ ഇസ്രായേലിൻ്റെ താഴെയുള്ള ചെങ്കടലിലൂടെയുള്ള നാവിക ഗതാഗതമൊക്കെ ഭയങ്കര കംപ്ലൈൻ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കും ഭയങ്കര സാമ്പത്തിക നഷ്ടം ഹൂത്തികൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൂത്തികൾ ഈ യുദ്ധത്തിലൊരു ഭീഷണിയാണ്. കുറച്ച് ദിവസം മുമ്പ് വരെ അവരൊരു മിസൈൽ അയച്ചേയുള്ളൂ ഇസ്രായേലിലേക്ക്. അപ്പോൾ ഹൂത്തികൾ നിരീക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരു ബേസ് പണിതിട്ടുണ്ട്. അത് പണിതിട്ടുള്ളത് ചെങ്കടലിനപ്പുറം സൊമാലിയുടെ ഭാഗത്താണ്. അപ്പോൾ സൊമാലിയെ പറ്റി നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. സൊമാലിയ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, തകർന്ന രാജ്യമാണ്. അപ്പോൾ സൊമാലിയയ്ക്ക് അകത്ത് തന്നെ 2 കുഞ്ഞു രാജ്യങ്ങളുണ്ട്. ഒന്ന് സൊമാലിലാൻഡും ഒന്ന് പണ്ട്ലാൻഡും. അവരൊരു സ്വയംഭരണമുള്ള പ്രവിശ്യകളാണ്, ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ്. അപ്പോൾ ഈ പണ്ട്ലാൻഡിനെ നമുക്ക് മാപ്പിൽ കാണാം. അവിടുത്തെ ബൊസാസോ എന്ന് പറഞ്ഞൊരു പോർട്ടിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAEയും ഇസ്രായേലും കൂടെ അവിടെ പല റഡാർ ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവർ ഹൂത്തികളുടെ പല നീക്കങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ഈ ഇൻഫോർമേഷൻ UAEയും ഇസ്രായേലും കൂടെ സഹകരിച്ച് പരസ്പരം കൈമാറുവാണ്. അപ്പോൾ ഈ ഹൂത്തികൾ സൗദിക്കും UAEക്കും ഇസ്രായേലിനുമൊക്കെ എതിരാളിയാണ്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇസ്രായേലും UAEയും തമ്മിൽ വളരെ സഹകരണമുണ്ട്. അപ്പോൾ UAEയുടെയും ഇസ്രായേലിൻ്റെയും സഹായത്തോട് സ്ഥാപിച്ച ഈ റഡാറുകൾ, ഈ സൊമാലിലാൻഡിലെ ബൊസാസോയിൽ സ്ഥാപിച്ച റഡാറുകൾ, നമുക്കതിൻ്റെ ഫോട്ടോസൊക്കെ കാണാം. ഇതിൻ്റെ ഇൻഫോർമേഷൻ UAE ആർക്ക് കൊടുക്കും? ഇസ്രായേലിന് കൊടുക്കും. അങ്ങനെ ആ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് ഇസ്രായേൽ പലപ്പോഴും യമനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹൂത്തികളുടെ തലവൻ കൊല്ലപ്പെട്ടിട്ട് വരെയുണ്ട്. അങ്ങനെ ഹൂത്തികളും വളരെയധികം കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീഡിയോ ഞാൻ പറയുമ്പോഴേക്കും ഇസ്രായേൽ കുറച്ച് അഡ്വാൻറ്റേജിലാണ് നിൽക്കുന്നത്. കാര്യം ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടെങ്കിലും ഇറാൻ അതിലേറെ നാശനഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ കൊണ്ടാണ് ഇറാന് വളരെയധികം പ്രശ്നം പറ്റുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള, ഇപ്പോൾ നമ്മൾ മാപ്പ് നോക്കുവാണെങ്കിൽ ഇറാൻ്റെ ചുറ്റും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ചാരന്മാരും ഇറാനെ വളയുന്നുണ്ട്. ഇനി ഇസ്രായേലിനുള്ള അമേരിക്കൻ പാശ്ചാത്യം എന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, നമ്മളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് വേറൊരു സപ്പോർട്ടാണ്. അപ്പോൾ പാശ്ചാത്യരുടെയും അമേരിക്കയും ഡിസ്കൗണ്ട് ചെയ്താൽ ബാക്കിയുള്ള ലോക്കൽ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു രാജ്യത്തിൻ്റെ ശക്തി അവരുടെ സൈന്യത്തിലോ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിലോ മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ചാരസംഘടനയുടെ ശക്തിയാണ്. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഭീഷണികൾ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് റഷ്യയുടെ പല യുദ്ധവിമാനങ്ങളും ഉക്രൈൻ്റെ ചാരന്മാർ തകർത്തിരുന്നു, ഡ്രോൺ ആക്രമണം ഉപയോഗിച്ച്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് ആ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഭീഷണി വരുത്താം. അതായത് ആ രാജ്യത്തെ പല ഭീകര എലമെൻറ്റുകളാവാം, വിഘടനവാദികളാവാം. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുപയോഗിച്ച് ശത്രു ഏജൻസികൾക്ക് രാജ്യത്തെ പല ടാർഗറ്റുകളും, ഇപ്പോൾ എയർ ബേസുകൾ, മിസൈൽ ബേസുകൾ, ശാസ്ത്രജ്ഞന്മാരുടെയും പട്ടാളക്കാരുടെയൊക്കെ വീടുകൾ, സൈനിക താവളങ്ങളൊക്കെ മാപ്പ് ചെയ്യാം. അത് ഈ ചെറിയ ബൈക്കിലോ അല്ലെങ്കിൽ ചെറിയൊരു ഓംനിയിലൊക്കെ വന്ന് ചെറിയ റോക്കറ്റൊക്കെ വെച്ച് തകർക്കാം. അതാണ് ഇറാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയം അല്ലെങ്കിൽ പോരായ്മ നമ്മൾ കാണുന്നത്. അതാണ് റഷ്യയിൽ ഉക്രൈൻ ചെയ്തത്. അപ്പോൾ അതുപോലത്തെ ഒരു ഭീഷണി ശരിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ആപ്ലിക്കബിളാണ്. കാരണം ഇവിടത്തെയും സെൻസിറ്റീവ് സൈറ്റുകൾ ചിലപ്പോൾ അത് നമ്മുടെ റിഫൈനറിയോ അല്ലെങ്കിൽ വലിയ വലിയ ഡാമുകളോ ആകാം, അങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമം ഉണ്ടായേക്കാം. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ച ടോപ്പിക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിൽ കൂടുതൽ ഷെയർ ചെയ്യുക.